ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുരളി ഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മാർച്ച് 27 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി. കേരളത്തിലായാലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം തന്നെ മികച്ച കളക്ഷൻ നേടിയെടുത്ത് ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ സിനിമയാണ് എമ്പുരാൻ. പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെടുത്ത ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരൻ, മഞ്ജു വാര്യർ, അഭിമന്യു സിംഗ്, ടോവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂട്, സാനിയ അയ്യപ്പൻ, ഫാസിൽ, സായി കുമാർ, നന്ദു, ബൈജു, ശിവജി ഗുരുവായൂർ എന്നിങ്ങനെ സ്വദേശ വിദേശ സിനിമാ താരങ്ങൾ ഒട്ടനവധിയാണ് അണിനിരന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ആദ്യ ദിവസം കേരളത്തിൽ 14 കോടി 7 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തത് 67 കോടി രൂപയുമായിരുന്നു. രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരള കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തത് 8 കോടി 45 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 22 കോടി 52 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 35 കോടി രൂപയുമാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 102 കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയത്. മൂന്നാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ 6 കോടി 68 ലക്ഷം രൂപയായിരുന്നു. ഇന്നും 8.5-9 കോടി റേഞ്ചിലാണ് കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 30 കോടി റേഞ്ചിലുമാണ്. അപ്പോൾ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 130 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ബുക്ക് മൈ ഷോ ട്രെൻഡിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനാകുന്നത് 17,000 ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയേക്കാൾ കൂടുതൽ ടിക്കറ്റ് ബുക്ക് മൈ ഷോ വഴി ഇന്ന് വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ചിത്രത്തിന്റെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം ആദ്യ ദിവസം ലോകമെമ്പാടുമായി $5 മില്യൺ കളക്ട് ചെയ്തതെങ്കിൽ രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കളക്ട് ചെയ്തത് $2.6 മില്യൺ. 2 ദിവസം കൊണ്ട് $7.6 മില്യൺ കരസ്ഥമാക്കിയ ഈ സിനിമ 2 ദിവസത്തെ ഓവർസീസ് കളക്ഷനായി മാത്രം 65 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. എമ്പുരാൻ ജർമ്മനിയുടെ ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ സിനിമ നേടിയെടുക്കുന്ന ഏറ്റവും മികച്ച കളക്ഷനാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 2 ദിവസം കൊണ്ട് 215 യൂറോയാണ് ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. UK അയർലൻഡ് കളക്ഷനായി ഈ സിനിമ 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 1 മില്യൺ യൂറോയാണ്. ഏകദേശം ഇന്ത്യൻ കറൻസിയിൽ 10 കോടി 60 ലക്ഷം രൂപ. ന്യൂസിലൻഡിൽ നിന്ന് 2 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തത് $195 അതേസമയം ഓസ്ട്രേലിയൻ കളക്ഷനായി 2 ദിവസം കൊണ്ട് $815 കളക്ട് ചെയ്തത്. ഈ 2 രാജ്യങ്ങളിൽ നിന്നുകൂടി $1 മില്യൺ ഈ സിനിമ 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് $13,43,000 കളക്ട് ചെയ്തത്. നാളെ ഞായറാഴ്ചയോടെ അമേരിക്കൻ കളക്ഷനായി മാത്രം 2 മില്യണിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ വിദേശ മാർക്കറ്റുകളിൽ നിന്ന് ലൈഫ് ടൈം കളക്ഷനായി നേടിയെടുത്ത തുകയാണ് ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ എമ്പുരാൻ തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ചയോടെ തന്നെ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് തന്നെയാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. എമ്പുരാന്റെ വമ്പൻ തിരക്കിനിടയിൽ ഇന്ന് ഈദ് റിലീസായി തിയേറ്ററെത്തിയ മലയാള സിനിമയാണ് അഭിലാഷം. സൈജു കുറുപ്പ്, തൻവീറാം, അർജുൻ അശോകൻ എന്നിവർ താരങ്ങളാകുന്ന ഈ സിനിമ ഷംസു സൈബ ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ആവറേജ് ഡീസന്റ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന് കേവലം കേരളത്തിൽ 56 തിയേറ്ററുകൾ മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. തിയേറ്ററുകളുടെ എണ്ണം കുറവായതിന് കാരണം എമ്പുരാൻ എന്ന സിനിമ തന്നെയാണ്. ഒട്ടുമിക്ക തിയേറ്ററുകളിലും എമ്പുരാൻ സിനിമ എക്സ്ട്രാ ഷോകൾ ഉൾപ്പെടെയാണ് പ്രദർശനം തുടരുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. മൂന്നാം ദിവസത്തെ എമ്പുരാന്റെ വിശദമായ കളക്ഷൻ ഉൾപ്പെടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.